നമസ്കാരം, ഞാൻ മനുപ്രിയ. ഇടമക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് ഏതാണെന്നറിയാമോ? നമുക്കറിയാം, നമുക്ക് ഭാഷയെ പറ്റി പഠിക്കാനായിട്ടൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പ്രകാശ് രാജിന്റെ. ഏതാ? മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്നത്, അല്ലേ? എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ എന്താണ് ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെ? അതിപ്പോ ഒരാൾ പറഞ്ഞു തന്നിട്ട് വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേൾക്കണയാണ് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അതിലൊക്കെ ഉപരി എന്താണ് പ്രകാശ് രാജ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഈ ലേഖനത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെയുള്ള കഥയാണ് അദ്ദേഹം കുറച്ചൊക്കെ പറഞ്ഞു തരുന്നത്, അല്ലെ? അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് നമുക്കറിയാം. അദ്ദേഹം തന്റെ 5 വയസ്സുള്ള തന്റെ മകളെയും കൊണ്ട് പച്ചക്കറി കടയിൽ പോയ കാര്യം തൊട്ടാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെ? ലേഖനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അവള് പൊട്ടറ്റോ, ബ്രിഞ്ചാല്, ടൊമാറ്റോ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ രോഷം കൊള്ളുന്ന പ്രകാശ് രാജിനെ നമുക്ക് പാഠഭാഗത്ത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആ അനുഭവത്തിലൂടെയാണ് നമ്മുടെ പാഠഭാഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരിക്കലും മാതൃഭാഷ എന്ന് പറയുന്നത്, അതായത് മലയാളത്തെ എന്നൊന്നും അല്ല. ഓരോ വ്യക്തിയുടെയും മാതൃഭാഷ ഏതാണോ ആ ഭാഷ. ഇപ്പം കേരളത്തിൽ താമസിക്കുന്നവരാണ്, എനിക്ക് ജനിച്ചു വളർന്നവരാണെങ്കിൽ അവരുടെ മാതൃഭാഷ മലയാളം, അല്ലെ? തമിഴ്നാട്ടിലാണെങ്കിൽ അത് തമിഴ്, അങ്ങനെ. അപ്പം ഓരോ ദേശത്തും ജീവിക്കുമ്പം അതാത് മാതൃഭാഷയിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ ആ മാതൃഭാഷയിലാണ്. നമുക്ക് അമ്മ എന്താണ് കുട്ടിക്കാലത്ത് കഥ പറഞ്ഞു തരുന്നത്, ഉരുള ഉരുട്ടി വായി വെച്ച് തരുമ്പോൾ കഥ പറഞ്ഞു തരുന്നത് അതിനകത്താണ്. നമ്മൾ അമ്മ ശാസിക്കുന്നതും വാത്സല്യത്തോടെ നമ്മൾ തലോടുന്നതും എല്ലാം നമ്മുടെ മാതൃഭാഷയിലാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നമ്മള് എന്തുകൊണ്ട് വളർന്നു വരുമ്പോൾ നമ്മൾ മാതൃഭാഷയെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രകാശ് രാജ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അത് ഏത് ഭാഷ നമ്മൾ പഠിച്ചാലും, ഇംഗ്ലീഷ് പഠിക്കാം, ഹിന്ദി പഠിക്കാം, ഉറുദു പഠിക്കാം, എന്തും പഠിക്കാം. അപ്പം അതൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ നമ്മുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ പറയട്ടെ, ഇവിടെ പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ചലച്ചിത്ര നടനും അതുപോലെ തന്നെ എന്താണ് സിനിമകളുടെയൊക്കെ നിർമ്മാതാവുമാണ് പ്രകാശ് രാജ് എന്ന് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു സിനിമാ നടനായതുകൊണ്ട് തന്നെ പല ഭാഷയിലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല ഭാഷകളും പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പവർ എന്ന് പറയുന്നത് മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെയാണ്, അല്ലെ? മാതൃഭാഷ എന്ന് കേൾക്കുമ്പം തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, അല്ലെ? മലയാളികൾക്ക് മലയാളം എന്ന് കേൾക്കുമ്പം തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ് പറയുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾക്ക് മറ്റേത് ഭാഷയും നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ പഠിക്കണം. നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി നമുക്ക് എല്ലാം പഠിക്കേണ്ടി വരും. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ അതിനെ തഴയാൻ പാടില്ല. അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയ കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. അവിടെ എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നവരാണ്, പല മാതൃഭാഷയിലുള്ളവരാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലെ ഒരു ഇംഗ്ലീഷ് ഭാഷയാണ് കൂടുതലും കൈകാര്യം. അദ്ദേഹം തിരക്കിയപ്പോൾ എന്താ പറയുന്നത്, CBSE സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പം. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മള് എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും ശരി, എത്ര വലിയ പൊസിഷനിൽ നിന്നാലും ശരി, ഒരിക്കലും മാതൃഭാഷയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്? ഒരു മാതൃഭാഷ അല്ലെങ്കിൽ ഒരു ഭാഷ അറിയാം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭാഷ എഴുതാനും വായിക്കാനും അറിയാം എന്നതിലുപരി ആ ഭാഷയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞിരിക്കണം. ആഴത്തിൽ ആ ഒരു ഭാഷയുടെ ഉത്ഭവം എന്താണ്, അല്ലെങ്കിൽ ആ ഭാഷയുടെ ആദ്യകാല കൃതികൾ എന്തൊക്കെയാണ്, കഥാകാരന്മാരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഭാഷ അറിയാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം വിചാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ ഇംഗ്ലീഷ് അറിയാമെന്ന് നമ്മളപ്പോൾ പറയും. പക്ഷെ ആ ഇംഗ്ലീഷിലെ കൃതികൾ ഏതൊക്കെയാണ്, അതിനകത്തെ അതിന്റെ കടന്നുവരവ്, ഇംഗ്ലീഷിന്റെ കടന്നുവരവ് എങ്ങനെയാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായക്കാരാണ് പ്രകാശ് രാജ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള എന്താണ് നമ്മുടെ സാധാരണ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പല ഭാഷകളും ഇപ്പം എന്തായിട്ട് മാറി, ഇംഗ്ലീഷ് വൽക്കരണം ആയപ്പോഴത്തേക്കിന് അതിനകത്തൊക്കെ മാറ്റം വന്നിരിക്കുന്നു, അല്ലെ? അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അല്ലെങ്കിൽ ചിറ്റപ്പൻ, അമ്മാവൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന വാക്കുകളൊക്കെ ഇപ്പൊ മാറി, അല്ലെ? അച്ഛൻ, അമ്മ, മമ്മിയും ഡാഡിയായി, അല്ലെ? ചിറ്റപ്പനും അമ്മാവനും ഒക്കെ അങ്കിളായി, അമ്മായി ആന്റിയായി. അത് വഴി കൂടെ പോകുന്ന ചേച്ചിയെ വരെ നമ്മൾ വിളിക്കും ആന്റിന്ന്. പക്ഷെ നമ്മുടെ അമ്മായിയെ നമ്മൾ വിളിക്കും ആന്റിന്ന്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാഷ. ഒരുപാട് നമ്മൾ ആ ബന്ധത്തിന്റെ പോലും വില കൽപ്പിക്കാത്ത രീതിയിൽ ഭാഷ മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് പ്രകാശ് രാജ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും അദ്ദേഹത്തിനകത്ത് നമ്മുടെ മറ്റ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുതെന്നോ അല്ലെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കരുതെന്നോ ഒന്നും പറയണില്ല. പിന്നെ എന്താ ഇവിടെ പറയുന്നത്?
അദ്ദേഹം പറയുന്നത് മറ്റു ഭാഷകൾ നമുക്ക് പഠിക്കാം, പക്ഷെ നമ്മൾ മാതൃഭാഷ അവഗണിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രമാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലായോ? വളരെ നന്നായിട്ട് എഴുതാൻ പറ്റും ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. മനസ്സിലായോ? അതായത് കൂടുതലും നമ്മുടെ ഇന്നത്തെ തലമുറ എങ്ങനെ നമ്മുടെ ഭാഷയെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അത് നമുക്ക് നിങ്ങളുടെ എന്താണോ ഉള്ളിലുള്ളത് അത് എഴുതാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രകാശ് രാജ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതൃഭാഷ എന്താണ്? അദ്ദേഹത്തിന്റെ മാതൃഭാഷ കന്നഡയാണ്, അദ്ദേഹത്തിന്റെ മകളുടെ മാതൃഭാഷ തമിഴുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ പ്രകാശ് രാജിന്റെ മകളുടെ മാതൃഭാഷ തമിഴാണ്, അദ്ദേഹത്തിന്റെ കന്നഡയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനും ഉറുദു സംസാരിക്കാനും ഒക്കെ അറിയാം. അത് എന്തിനു വേണ്ടിയിട്ട് പഠിച്ചതാണ്? എല്ലാം ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചതാണ്. അദ്ദേഹത്തെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. അപ്പം എന്ന് വെച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും മാതൃഭാഷ എന്ന് പറയുന്നത് വേറൊരു വികാരം. അമ്മയെ പോലെയാണ്. അമ്മ നമുക്കറിയാം, നമ്മൾ കുട്ടിക്കാലം തൊട്ട് ജനിച്ചു വളരുമ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതും എല്ലാം നമ്മുടെ മാതൃഭാഷയിലാണ്. എന്നിട്ടും നമ്മൾ അതിനെ തഴയുന്നു. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. മാതൃഭാഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നെക്സ്റ്റ് ജനറേഷൻ അത് മനസ്സിലാക്കണം എന്ന് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ നമുക്കത് മനസ്സിലാക്കി കൊടുക്കണം. സ്കൂളിൽ മുതൽ നമുക്കറിയാം ഇന്ന് മലയാളം എന്നത് ഓപ്ഷണൽ മാത്രമാണ്. വേണമെങ്കിൽ മലയാളം പഠിച്ചാൽ മതി എന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കുട്ടികൾ പോകുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് കമ്പൾസറി ആയിട്ട് അവർക്കൊരു സബ്ജക്റ്റ്, ഒരു ലാംഗ്വേജ് മലയാളം പഠിച്ചേ ഒക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വരണം. അല്ലെ? എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും മലയാളത്തിലാണ് ഫോമുകളൊക്കെ എങ്കിൽ പോലും അവിടെയും നമ്മൾ ഇംഗ്ലീഷ് വൽക്കരണമാണ് സംസാരിക്കുമ്പോൾ. അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഇംഗ്ലീഷിൽ തന്നെ ആകുന്നുണ്ട്. അപ്പം മലയാളത്തിന്റെ പ്രാധാന്യം നമ്മൾ കുട്ടിക്കാലം തൊട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മലയാളം ടീച്ചർ എന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. എല്ലാവരും ഓപ്ഷണലാണ്. പ്രത്യേകിച്ച് CBSE ICSE സ്കൂളിലൊക്കെ മലയാളം ഓപ്ഷണൽ മാത്രമാണ്. വേണമെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ ഹിന്ദി എടുക്കാം എന്നുള്ളത്. അങ്ങനെ ഹിന്ദി തഴയണമെന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ മാതൃഭാഷ എന്ന് പറയുന്നത് കമ്പൾസറി അവർക്കൊരു സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് തന്നെയാണ്. അവർക്ക് ഇപ്പോഴും എഴുതാനും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് അറിഞ്ഞുകൂടെ വായിക്കാനും എഴുതാനും ഏറ്റവും എളുപ്പമായിരുന്നു പണ്ട് കാലത്തൊക്കെ മലയാളം. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഏറ്റവും പാടുള്ള ഭാഷയും അല്ലെങ്കിൽ സബ്ജക്റ്റും ഏറ്റവും എഴുതാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുമായിട്ട് മാറിയിരിക്കുകയാണ് മലയാളം. അപ്പം അതൊന്നും അല്ല നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശ് രാജ് എന്താണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രകാശ് രാജ് ഈ ഒരു പാഠഭാഗത്തു നിന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേഗം പോയി ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് ഇതൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ലൈവ് ഓടിപ്പോയി കാണാം കേട്ടോ. ലൈവിൽ ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി പോയി കാണുക. ഇപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗത്തിന്റെ ഷോർട്ട് സമ്മറി. ഓക്കെ, ബൈ.